ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ എപ്പോഴും വരുന്നൊരു ഇഷ്യൂസാണ് നമ്മൾ ഐ പി അഡ്രസ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അധികം ആൾക്കാർക്കും ഐ പി അഡ്രസ്സ് ഫൈൻഡ് ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം വരാറുണ്ട്. അത് നമുക്ക് പലപ്പോഴും വിളിക്കുമ്പോൾ ട്രബിൾ ഷൂട്ടിങ്ങിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഐ പി അഡ്രസ്സ് കാണുക എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ പറയാൻ പോവാണ്. അതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ മെനു എടുക്കുക. അതിൽ കൺട്രോൾ പാനൽ എടുക്കുക. കൺട്രോൾ പാനലിൽ നമ്മൾ നെറ്റ്വർക്ക് ഷെയറിംഗ് ആൻഡ് സെൻറ്റർ, നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെൻറ്റർ, ഓക്കെ. അതിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വരാറുണ്ട്. ചേഞ്ച് അഡാപ്റ്റർ സെറ്റിങ്സ് അതെടുക്കുമ്പോൾ ലോക്കൽ ഏരിയ കണക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി പാസ്വേഡ് ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, യെസ് കൊടുക്കുക. അഗൈൻ നമുക്കൊരു വിൻഡോ വരും. അതിൽ ലാൻഡ് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. അതിൽ ഐ പി വേർഷൻ 4 ക്ലിക്ക് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മൾ ഐ പി അഡ്രസ് ഒക്കെ ഐ പി വേർഷൻ 4 ആണ് അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ ഒപ്റ്റൈൻ ആണ് ഐ പി അഡ്രസ് ഓട്ടോമാറ്റിക്കലി. ഇത് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത ഐ പി അഡ്രസ് ഡൈനാമിക്കായിട്ട് സെറ്റ് ആവുന്നതാണ്. ഒപ്റ്റൈൻ ഐ പി അഡ്രസ് ഓട്ടോമാറ്റിക്കലി. യൂസ് ദ ഫോളോയിങ് ഐ പി അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മാനുവലി നമ്മൾ ഐ പി അഡ്രസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതിൽ 192 അതുപോലെ 168 അതുപോലെ 1 നെക്സ്റ്റ് അനദർ സെല്ലിൽ എന്ത് ചെയ്യുക, 1 ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇത് നമ്മൾ സബ്നെറ്റ് മസ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഐ പി അഡ്രസ്, ഇത് ക്ലാസ് സി എന്ന് പറയുന്ന ഐ പി അഡ്രസ്സാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൺട്രോൾ പാനലിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് കൺട്രോൾ പാനലിൽ നെറ്റ്വർക്ക് ഷെയറിംഗ് ആൻഡ് സെൻറ്ററിൽ ലോക്കൽ ഏരിയ കണക്ഷൻസ്, അതുപോലെ ചേഞ്ച് അഡാപ്റ്റർ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആവും. ഓക്കെ, അതിൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.